കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം 27,000 രൂപ വില വരുന്ന ഹീറോ ലെക്ട്രോ Y3 എന്ന് പറയുന്ന ബേസ് മോഡലായിട്ടുള്ള അല്ലെങ്കിൽ എൻട്രി ലെവൽ മോഡലായിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിരട്ടിയിൽ കൂടുതൽ വിലയുള്ള ഓക്കി സ്ട്രീറ്റ് മാമ്പ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സൈക്കിളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇലക്ട്രിക് ടൂ വീലേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് കാർസ് ചെയ്തു, ഓട്ടോറിക്ഷയൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ റീസെൻ്റ്ലി പുതിയൊരു കാറ്റഗറി ആയിട്ട് ഇ ബൈക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് സൈക്കിൾസ് നമ്മുടെ ചാനലിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഓക്കിയുടെ സ്ട്രീറ്റ് മാമ്പ എന്ന് പറയുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് സൈക്കിളാണ്. നമ്മുടെ നാട്ടിലാണ് നമ്മളിതിനെ സൈക്കിൾ എന്ന് പറയുക, വിദേശത്തൊക്കെ ഇതിനെ ബൈക്ക് എന്ന് പറയാം. നമ്മളിവിടെ ബൈക്ക് എന്ന് പറയുന്ന സാധനത്തെ അവർ മോട്ടോർ ബൈക്ക് എന്നോ മോട്ടോർ സൈക്കിൾ എന്നോ പറയും. അപ്പം നമുക്ക് ഇ ബൈക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്സ് എന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതിന് സ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇത് നോക്കിയാലറിയാം ഇതൊരു സൈക്കിളാണോ, സൈക്കിളല്ല. ബൈക്കാണോ എന്നാൽ ബൈക്കല്ല. മോപ്പഡാണോ അതുമല്ല. സൈക്കിളിൽ നിന്ന് തുടങ്ങി ഒരു പാതി ഒരു ബൈക്ക് ഒക്കെ ആക്കി വെച്ച ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഏകദേശം 65,000 രൂപയാണ്. കമ്പയർഡ് ടു എൻ്റെ സൈക്കിള് നിങ്ങൾ നോക്കുമ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഡബിൾ. അപ്പോൾ ആ ഇരട്ടി വിലക്ക്, ആ വിലക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈക്കിൾസ് വാങ്ങിക്കാം. പക്ഷേ ആ ഇരട്ടി വിലക്ക് ഇതിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഓർ വാട്ട് ഈസ് ബെറ്റർ ഇൻ ദിസ്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ തൊട്ടടുത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് വാട്ട് ഈസ് ബെറ്റർ വെൻ കമ്പയർഡ് ടു അതർ ഇലക്ട്രിക് സൈക്കിൾസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അൾട്രാ മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കൊക്കെയാണ് വരുന്നത്. സൈക്കിളാണോ എന്ന് വെച്ചാൽ സൈക്കിളാണ്, ബൈക്കാണോ എന്ന് വെച്ചാൽ എന്നാൽ ബൈക്കും അല്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് ബൈക്കിലൊക്കെ വരുന്ന പോലെ തന്നെ നല്ലൊരു ഹാലജൻ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡർ ടയേഴ്സാണ് നമുക്കിതിൽ വരുന്നത്. 20 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. മെറ്റലായിട്ടുള്ള മഡ് ഗാർഡാണ് നമുക്ക് വരുന്നത്. തട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സസ്പെൻഷൻ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഫോർക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ ഹാൻഡിൽ ബാർ കാര്യങ്ങൾ, കേബിൾസ് എല്ലാം വളരെ നീറ്റായിട്ട് അവർ ടക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ശരിക്കും ഫീൽ ആവും. നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അതായതുണ്ടോ, എല്ലാ റബ്ബേഴ്സ് ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും വളരെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ സൈക്കിളിൽ കണ്ടതുപോലെ അത്ര ചീപ്പായിട്ടുള്ളൊരു ബ്രേക്ക് ലിവർ ഒന്നും അല്ല ഇതിൽ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കിതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഇതിൻ്റെ പെഡൽ അസിസ്റ്റിൻ്റെ മോഡ് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ 3 കൊടുത്തിട്ടുണ്ട്. അപ്പ് ഡൗൺ, അതുപോലെ തന്നെ ഒരു മോഡ് ബട്ടൺ. നടുക്കായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഒരു LCD TFT ഡിസ്പ്ലേ. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല, ബട്ട് സ്റ്റിൽ അതിൽ നമുക്കിതിൻ്റെ ഓഡോമീറ്റർ, കിലോമീറ്റർ സ്പീഡ്, പെഡൽ അസിസ്റ്റിൻ്റെ മോഡ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ കാണാം. ഷിമാനോയുടെ ടൂർണി എന്ന് പറയുന്ന സെറ്റാണ് നമുക്കിതിൽ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഇഗ്നിഷൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൈക്കിളുടെ ത്രോട്ടിൽ. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ആക്സിലറേഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്, അതുപോലെ തന്നെ വെൽ സോളിഡ് ബിൽറ്റിൽ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഡ്യുവലായിട്ടുള്ള ഫ്രെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല വീതിയുള്ള ഫ്രെയിമാണ്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സസ്പെൻഷൻ കാര്യങ്ങൾ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതിൻ്റെ പെഡൽ കാര്യങ്ങളെല്ലാം കാണാം. ചെയിനാണ് ഞാൻ പറഞ്ഞ പോലെ 7 സ്പീഡാണ് വരുന്നത്. ഷിമാനോയുടെ ടൂർണി എന്ന് പറയുന്ന ഗിയർ സെറ്റാണ് കാര്യങ്ങൾ വരുന്നത്. ബാക്കിലും നല്ല സോളിഡ് മെറ്റൽ മഡ് ഗാർഡ് വരുന്നുണ്ട്. സീറ്റ് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ളൊരു ബൈക്കിൻ്റെയൊക്കെ ഒരു പാതി ലെങ്ത്ത് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഓവറോൾ നല്ല സോളിഡ് ബിൽറ്റാണ് സൈക്കിളിൽ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വരുന്നത് മെറ്റലാണ്. ഇപ്പോൾ ഈ പെഡൽസ് ആണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ഇതും മെറ്റൽ തന്നെയാണ്. പ്ലാസ്റ്റിക് ആയിട്ട് അധികം ഒന്നും തന്നെ വരുന്നില്ല. ആകെ ഈ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് വരുന്നുള്ളൂ. അതും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കീ നമുക്ക് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററി പാക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓഫ് കോഴ്സ് ലിഥിയം അയോൺ ആണ്. കണ്ടോ, ഓക്കി എന്നുള്ള ബ്രാൻഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരിക. ആ ലോക്ക് നമ്മൾ അതിൻ്റെ താക്കോലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു ബട്ടണും ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററും ഉണ്ട്.
അതായത് ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കും. സ്ട്രീറ്റ് മാമ്പ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ വോൾട്ടേജ് 48 വോൾട്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റി 15.6 AH. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരെണ്ണം ഇതിൻ്റെ AH ആണ്. ഇത് 15.6 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററി പാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റേഞ്ച് ഈ വാഹനത്തിന് ഓഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവിടെ നമുക്ക് ചാർജ് ചെയ്യാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലം ബിൽഡ് ക്വാളിറ്റി. കാരണം യൂസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 90% മെറ്റലാണ്, ഇൻക്ലൂഡിങ് മഡ് ഗാർഡ്സ്. അതും വെറുതെ പേരിനുള്ളൊരു മഡ് ഗാർഡൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് ഫുള്ളി കവേർഡാണ്. യാതൊരു രീതിയിലും ചെളി അടിക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ബിൽഡിൻ്റെ കേസിൽ സോളിഡാണ്. ഈ 65,000 രൂപക്ക് വർത്തായിട്ടുള്ളൊരു ബിൽഡ് അവർ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഡിഫറെൻറ്റ് വെൻ കമ്പയർഡ് ടു അതർ ഇലക്ട്രിക് സൈക്കിൾസ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹെഡ് ലാമ്പ്. ഇൻബിൽറ്റ് ആയിട്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അത് ആദ്യമായിട്ടൊന്നും അല്ല ഒരു ഇലക്ട്രിക് സൈക്കിളിൽ ഹെഡ് ലാമ്പ് വരുന്നത്. നമ്മുടെ സൈക്കിളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കി. എൻ്റെ സൈക്കിളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വലിപ്പമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാലജൻ അല്ല, പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. നല്ല കിഡിലും വിസിബിലിറ്റിയാണ് നമുക്ക് നൈറ്റിൽ കിട്ടുക. ഇൻഡിക്കേറ്റേഴ്സ്, അത് ഈ സീരിയലായിട്ട് കത്തുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ സൈക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് ഒന്ന് നോക്കി, നല്ല വൈഡർ ആയിട്ടുള്ള ടയേഴ്സ്. അത്യാവശ്യം ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് കട്ടകൾ നമുക്കില്ല എങ്കിൽ പോലും അത്യാവശ്യം ഓഫ് റോഡിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വിഡ്ത്തുള്ള ടയർ ആയതുകൊണ്ട് തന്നെ കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എൻ്റെ സൈക്കിളിൻ്റെ ടയർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇത്ര ഉള്ളായിരുന്നു. ഇത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 3 times ലാർജർ, 20 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോട്ടിലെ കുണ്ടിലും കുഴിയിലൊക്കെ ഓടിക്കുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഡ് ഗാർഡ്, സോളിഡ് മെറ്റൽ സാധനമാണ് വരുന്നത്. അടുത്തൊരു കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇത് കണ്ടോ, നല്ലൊരു LCD ഡിസ്പ്ലേ 5 ഇഞ്ച് വരുന്നുണ്ട്. നമ്മുടെ സൈക്കിളിൽ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ഒരു 3 കട്ട മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഓഡോമീറ്റർ അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ സൈക്കിളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെഡൽ അസിസ്റ്റ് മോഡേ ഉണ്ടായുള്ളൂ. അതായത് സൈക്കിളിൻ്റെ ഇഗ്നിഷൻ നമ്മൾ ഓണാക്കി നമുക്ക് ചവിട്ടുമ്പോൾ സൈക്കിളിൽ നിന്നൊരു സർട്ടൺ ഫോഴ്സ്, നമുക്കൊരു അസിസ്റ്റൻസ് കിട്ടും. അത് ഒറ്റ ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് 5 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അപ്പും ഡൗണും. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും ഗിയർ 1, 2, 3, 4, 5. അപ്പോൾ 5ലേക്ക് ഇടുമ്പോൾ ഇവിടെ സ്പോർട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് പെഡൽ അസിസ്റ്റ് ലെവൽ 5ൽ ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക. അപ്പോൾ നമുക്ക് കൂടുതൽ അസിസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക്, ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, നമുക്കിതൊരു സാധാ സൈക്കിളായിട്ട് ചവിട്ടാം, ത്രോട്ടിൽ മോഡിൽ ചവിട്ടാം, പെഡൽ അസിസ്റ്റിൽ ചവിട്ടാം. പെഡൽ അസിസ്റ്റിൽ ചവിട്ടുമ്പോൾ നമ്മൾ സൈക്കിളിൽ ഗിയറൊക്കെ ഇട്ടിട്ട് കയറ്റമൊക്കെ കയറി പോകില്ലേ പെട്ടെന്ന് ചവിട്ടി, അതുപോലെ നമുക്ക് മോട്ടർ ഒരു ഫോഴ്സ് തരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചവിട്ടി പോവാം. പിന്നെ എടുത്ത് പറയേണ്ടത് സീറ്റ്. നോക്കിയേ, സാധാരണ ഒരു സൈക്കിളിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ലെങ്ത് വരുള്ളൂ. ഇത് ഓൾമോസ്റ്റ് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇതിൽ കയറി ഇരിക്കാം. ഇൻഫാക്ട് നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെ ഇവിടെ ഇരുത്താനും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കുഷനായിട്ടുള്ള, കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല വൈഡ് ആൻഡ് എന്താ പറയുക ലോങ് ആയിട്ടുള്ള സീറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അടുത്ത നമ്മുടെ സൈക്കിളിൽ ഇല്ലാതിരുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ റിയർ സസ്പെൻഷനാണ്. ഇവിടെ നോക്കുക, നല്ലൊരു അടിപൊളി സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ കുടുക്കം വന്നാലും നമുക്ക് നമ്മുടെ റോട്ടിലൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ നടുവിനൊന്നും വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എന്തായാലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം റേഞ്ചാണ്. നമ്മുടെ സൈക്കിളിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, 25, 30, 35 എന്നുള്ള ചെറിയ ചെറിയ ഫിഗേഴ്സ് അല്ലേ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 105 കിലോമീറ്റർ ആണ് ഇവർ പറയുന്ന സർട്ടിഫൈഡ് റേഞ്ച്. അതും ഈ പറയുന്ന പോലെ പെഡൽ അസിസ്റ്റിലൊക്കെ ആയിരിക്കും. പ്യുവർലി നമ്മൾ ത്രോട്ടിൽ കൊടുത്ത ആക്സിലറേറ്ററിൽ ഓടിക്കാനാണെങ്കിൽ ഒരു 60-65 കിലോമീറ്റർ റിയൽ ലൈഫ്. അതല്ല, പെഡൽ അസിസ്റ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഇഗ്നിഷൻ ഓണാക്കി ഇട്ടിട്ട് ചവിട്ടി പോവുകയാണെങ്കിൽ നമുക്ക് 105-110 വരെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ഇത്രയും വലിയ ബാറ്ററി പാക്കാണ് നമുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15.6 AH ലിഥിയം അയോൺ ബാറ്ററി പാക്ക്, വലിയ ബാറ്ററി പാക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ സൈക്കിളിന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൈക്കിളിൽ നിന്ന് ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഇരട്ടിയിലും കൂടുതലാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസിന് നമുക്ക് 3 ഇരട്ടി റേഞ്ച് സൈക്കിളിന് വരുന്നുണ്ട്. വലിയ ടയേഴ്സ് വരുന്നുണ്ട്, വലിയ ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വാങ്ങിച്ച് ബാക്കിൽ വെക്കുകയായിരുന്നു. ഇതിൽ ടെയിൽ ലാമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് 5 സ്പീഡായിട്ടുള്ള നമ്മുടെ പെഡൽ അസിസ്റ്റ് വരുന്നുണ്ട്. 5 മോഡിൽ പെഡൽ അസിസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗിയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഷിമാനോ ടൂറിന് ഗിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈഡർ ആയിട്ടുള്ള സീറ്റും സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തെ സാധാരണ ഒരു ബേസ് മോഡൽ ഇലക്ട്രിക് സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആ സൈക്കിളാണെങ്കിലും ഈ സൈക്കിളാണെങ്കിലും സെയിം പെർഫോമൻസ് ആണ്. കാരണം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ലൈസൻസ് വേണ്ടാത്ത വാഹനങ്ങൾക്ക് 250 വാട്ട് പവർ അല്ലെങ്കിൽ 25 kmph സ്പീഡ് അത് തന്നെയാണ് ഇതിനകത്തും കിട്ടുക. നമുക്ക് കുറച്ചുകൂടെ അൾട്രാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കുകളും ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് പവറിൽ മാറ്റമൊന്നും വരില്ല. 250 വാട്ട് മോട്ടറാണ് വരുന്നത്. 25 കിലോമീറ്റർ സ്പീഡാണ് നമുക്ക് ഇതിനകത്ത് മോട്ടറൈസ്ഡ് ആയിട്ട് കിട്ടുക. അതല്ല നമ്മൾ സാധാരണ പോലെ ഇപ്പം പെഡൽ അസിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ആഞ്ഞ് ചവിട്ടുകയാണെങ്കിൽ സൈക്കിളുകളൊക്കെ പോലെ സാധാ സൈക്കിളുകളൊക്കെ പോലെ 29-30 നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ. ഇനി ഞാൻ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് കാണിക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കീ വരുന്നുണ്ട്. ഈ കീ നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇത് ഓപ്പൺ ആണ്, പൊസിഷനിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് നമുക്കിതാ ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല വെയിറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് സൈക്കിളിൻ്റെ ഹാഫ് ദ വെയിറ്റ് ഈ ബാറ്ററിയിലാണ് വരുന്നത്. 15.6 AH നല്ല വെയിറ്റുള്ള വലിയ ബാറ്ററി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ റേഞ്ച് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ കണക്ടറിലൂടെയാണ് നമുക്ക് ബാറ്ററി എന്നുള്ള പവർ നമ്മുടെ വണ്ടിക്കകത്തേക്ക് എത്തുന്നത്. ഇവിടെ ഒരു ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡിറ്റാച്ച് ചെയ്തെടുത്ത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സൈക്കിളിൽ വെച്ച് കുത്തിയും ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് വെക്കാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റാണ് നമുക്കൊരു ചാലഞ്ച് ഉള്ളൂ. ബാറ്ററി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം താഴെയൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്തപ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കലി സംഭവം ലോക്കായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സ്ട്രീറ്റ് മാമ്പയുടെ ഒരു ചാർജിങ് ടൈം വരുന്നത് 4 to 5 hours ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാർജർ കാര്യങ്ങൾ കിട്ടും. 4 മുതൽ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വല്ല ഓഫീസിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ ചാർജ് ഇടാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ചാർജ് ഇടാം, എപ്പോൾ വേണമെങ്കിലും ഇടാം. ഫുൾ ചാർജിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 105 110 വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പെഡൽ അസിസ്റ്റിൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് മാമ്പയുടെ വാറണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ ബാറ്ററിക്ക് വരുന്നത് 2 year വാറണ്ടിയാണ്. എൻ്റെ സൈക്കിൾ പോലെ തന്നെ നമുക്ക് മോട്ടറിന് 1 year വാറണ്ടി, ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഡിസ്പ്ലേ, ത്രോട്ടിൽ എല്ലാത്തിനും കൂടെ വരുന്നത് 6 months വാറണ്ടി. അതൊക്കെ എല്ലാ ബ്രാൻഡ്സിനും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ എവ്രിതിങ് ഫീൽസ് വെരി സോളിഡ്. അത് ഈ ഹാൻഡിൽ ഗ്രിപ്പിൽ നിന്ന് തുടങ്ങിയാലും ഈ പറയുന്ന പോലെ ഗിയർ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും ബ്രേക്ക് ലിവർ ആണെങ്കിലും ഈവൻ ഈ നമ്മുടെ കേബിൾസ് ചുറ്റി വെച്ചിരിക്കുന്ന ഈ സാധനമാണെങ്കിൽ പോലും എവറിത്തിങ് ഫീൽസ് സോളിഡ് ആൻഡ് സൂപ്പർ, എന്താ പറയുക, ഹൈ ക്വാളിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രീറ്റ് മാമ്പയുടെ ഒരു വിശേഷങ്ങൾ കാര്യങ്ങൾ. ഒരു 25 kmph സ്പീഡ്, 250 വാട്ട് പവർ തരുന്ന റിയൽ ലൈഫ് നമ്മുടെ ഓടിക്കുന്ന മോഡിനനുസരിച്ച് ഒരു 65 to 105 കിലോമീറ്ററൊക്കെ റേഞ്ച് തരുന്ന ഒരു ഇലക്ട്രിക് സൈക്കിൾ അല്ലെങ്കിൽ ഇ ബൈക്ക് എന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഹെൽത്ത് പെർസ്പെക്റ്റീവ് നോക്കിയാണ്, അതായത് ഈ വില നമ്മൾ പറയുമ്പോൾ പലരും പറയും ഈ വിലക്കാണെങ്കിൽ നിനക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ പോരെ എന്നുള്ളത്. ശരിയാണ്, ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടും. പക്ഷേ ദിസ് ഈസ് എ സൈക്കിൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ മോഡിലിട്ട് ഓടിക്കാൻ മാത്രമാണെങ്കിൽ ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. ബട്ട് നമ്മൾ പെഡൽ അസിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ സൈക്കിൾ മോഡിലാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഹെൽത്തിലേക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സൈക്കിളായിട്ട് നിങ്ങൾ നോക്കുകയാണ്, അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകാനാണെങ്കിലൊക്കെ പറ്റുന്ന ഒരു സൈക്കിളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഡ്രോബാക്സ് ആയിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സീറ്റ് ഞാൻ പറഞ്ഞില്ലേ നല്ല വൈഡും നല്ല ലെങ്ത് ഒക്കെ ഉള്ള സീറ്റാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി അപ്രൈറ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാം.
എൻ്റെ സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ എല്ലാ സൈക്കിളുകളും പോലെ സീറ്റ് കുറച്ച് ഹൈറ്റ് കൂടി നമ്മുടെ ഹാൻഡിൽ താഴ്ന്നിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കുനിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വേണം ഓടിക്കാൻ. അപ്പോൾ അത് ഈ സൈക്കിളിൽ ഇതിൽ നമുക്ക് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ചവിട്ടാൻ. കണ്ടോ, എനിക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിവർന്നിരുന്ന് തന്നെ ഇത് ചവിട്ടി പോകാം. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ദിസ് സീറ്റ് ഈസ് ഫിക്സഡ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ കേസ് ഞാൻ കുറച്ചുകൂടെ ഇപ്പം എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കണ്ടോ, എന്നിട്ടും എൻ്റെ മുട്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി അയാളുടെ കാല് ഇവിടെ ആയിട്ടുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെഡൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ വരുമ്പോൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആവാതിരിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അതായത് സീറ്റ് നമുക്ക് ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു, അല്ലെങ്കിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ള. ബാക്കി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രോബാക്ക് തന്നെ ആയിട്ട് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവും സ്പെക്സ് കാര്യങ്ങൾ കസ്റ്റമർ എക്സ്പീരിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എറണാകുളം പോലൊരു സിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോ പാർക്ക് റൂട്ടിൽ ആണ് പോകുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഫുൾ ടൈം ട്രാഫിക് ബ്ലോക്കാണ്. ഈവൻ കാറാണെങ്കിലും ബൈക്കാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന സമയത്ത് നമുക്ക് ഈസിലി ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഏതിലൂടെ വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്ത് പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ പല പിള്ളേർ ഇടച്ചെറിയിലെ ബ്ലോക്കൊക്കെ ആലോചിച്ചിട്ട് സൈക്കിൾ എടുത്താലോ എന്ന് ആലോചിക്കുന്ന കുറേ പിള്ളേരുണ്ട്. കാരണം സൈക്കിളാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ കുത്തി കയറ്റി ഒന്നിലെ തൂക്കി എടുത്തോണ്ടെങ്കിലും ചെറിയ സ്ഥലത്തൂടെയൊക്കെ എടുത്തുകൊണ്ട് കയറിയിരുന്ന് ചവിട്ടിക്കൊണ്ടൊക്കെ പോവാം. അപ്പോൾ സിറ്റി ട്രാഫിക്കിന് നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് ദൂരമൊന്നുമല്ല, കുറച്ച് ദൂരമൊക്കെ. ഇനി ഒരുപാട് ദൂരം പോണതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് 25 km/h നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ ആണെങ്കിലും ഞാൻ പറയുന്ന പോലെ ആണെങ്കിലും ഒരു 5-10 കിലോമീറ്റേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഈസിലി വന്ന് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പലരും ഇപ്പോൾ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറേയില്ല. രാവിലെ നമ്മൾ കാറിൽ കയറിയിരുന്നോ അല്ലെങ്കിൽ ബൈക്കിലിരുന്നോ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഓഫീസിലാണെങ്കിലും കൂടുതൽ ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലർ ഈ പറയുന്ന പോലെ വീട്ടിലെത്തി കഴിഞ്ഞ് ജിമ്മിലും കാര്യങ്ങളിലൊക്കെ പോകും. പക്ഷെ എന്നെ പോലെയുള്ളവരൊന്നും ഹെൽത്തൊന്നും നോക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ പറയുന്ന പോലെ ഓഫീസിലേക്ക് ടു ആൻഡ് ഫ്രോ പോയി വരുമ്പോൾ വേണമെങ്കിൽ പെഡൽ അസിസ്റ്റിലൊക്കെ ഇട്ട് ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് കാലറീസൊക്കെ ബേൺ ചെയ്യാനും നമ്മുടെ ഹെൽത്തിൽ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക എന്തെങ്കിലും ഒന്ന് ബെറ്റർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ആ ഒരു യൂസിലാണ് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് വരാം. ഇനി അതല്ല എങ്കിൽ പോലും സാധാരണ ഒരു സൈക്കിൾ നമ്മൾ വാങ്ങിച്ച് ചവിട്ടി പോകുന്നതിന് പകരം നമുക്കൊരു ഇലക്ട്രിക് സൈക്കിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇത് ഓഫാക്കി ഇട്ടിട്ട് ചവിട്ടിയ സാധാരണ സൈക്കിൾ പോലെ ചവിട്ടുകയും ചെയ്യാം. സപ്പോസ് നമ്മൾ ചവിട്ടി തളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ മോഡിൽ ഇട്ടതായി ഇതുപോലെ ഇപ്പോൾ ഞാനിത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമുക്ക് ഇതുപോലെ ത്രോട്ടിൽ ഇതുപോലെ ഓടിച്ച് വരാനും സാധിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ സ്ട്രീറ്റ് മാമ്പ എന്ന് പറയുന്ന ഇലക്ട്രിക് സൈക്കിൾ? ഇനി നിങ്ങൾക്ക് ഏത് സൈക്കിളുടെ വീഡിയോ ആണ് അറിയേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.